ഹലോ ഒരുവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഞങ്ങൾ ഇന്ന് ഷൈജിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. ഇവർ ഫ്രണ്ട്സ് മാത്രമല്ല, കസിൻസും കൂടെയാണ്. ITക്കൊക്കെ ഇവർ ഒരുമിച്ചാണ് പഠിച്ചത്. അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട്. വണ്ടികളൊക്കെ കണ്ടല്ലോ അല്ലേ? ചെറിയൊരു വണ്ടി ക്രേസിലുള്ള ഒരാളും കൂടെയാണ്. ടോണി ഫാമിലിയാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിലേക്ക് കയറുന്നതിന് മുന്നേ ഞാൻ ഇവരുടെ കൃഷികളൊക്കെ ഒന്ന് കാണാനായിട്ടാണ് പോയത്. ഇതാ മാതള നാരങ്ങയത് നന്നായിട്ട് വലുതാവുമെന്ന് പറഞ്ഞു. പിന്നെ മുന്തിരിയുണ്ട്, മുന്തിരി അതിലുണ്ടായിട്ടുണ്ട്, പക്ഷേ സൂം ചെയ്തിട്ട് അത്ര കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതാ ഡ്രാഗൺ ഫ്രൂട്ട് ആട്ടോ. ഡ്രാഗൺ ഫ്രൂട്ടും ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നെല്ലിക്കയുണ്ട്, നല്ല ഹൈറ്റിൽ. ഞാൻ ആദ്യമായിട്ട് നെല്ലിക്ക മരം കാണുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവിടുത്തെ ബൊഗൈൻവില്ലകളാട്ടോ. നല്ല ഭംഗിയായിട്ട് ഇതെല്ലാം പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. വൈറ്റ് കളറിന് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇതെല്ലാം കഴിഞ്ഞ് വീടിനുള്ളിൽ കയറിയപ്പോൾ അതാ നമ്മുടെ ഡീൻ ആൻഡ് ഡയറീസിൻ്റെ വ്ളോഗാട്ടോ വെച്ചിരിക്കുന്നതും, അതും ഒരു സന്തോഷം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം ഇവിടെ വന്നതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം ബോട്ടിംഗ് ആണ്. ഇത് കടവന്ത്രയാണ്, കടവന്ത്ര ചിലവന്നൂരാണ്. അപ്പം ചിലവന്നൂർ കായലിലൂടെ ഒരു സ്പീഡ് ബോട്ട് യാത്ര. ടോണിക്ക് സ്വന്തമായിട്ടൊരു സ്പീഡ് ബോട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊരു ക്ലബ്ബുണ്ട് ബോട്ടുള്ളവരുടെ. അപ്പോൾ ഇവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, ഇവരുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതവരുടെ ക്ലബ്ബ് എടുത്തിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിവിടെ 3 സ്പീഡ് ബോട്ടുകൾ കിടപ്പുണ്ട്. ഇതിൽ നമ്മൾ പോകുന്നത് ആ മുമ്പിൽ കിടക്കുന്ന ബോട്ടാണ്. മരിയ റോസ് എന്നാണ് എൻ്റെ പേര്. ടോണിയുടെ മോളുടെ പേരാണ് മരിയ റോസ്. നല്ല സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയാണ്. റെയിൻ ഗാർഡ് വെച്ച് കവർ ചെയ്തിട്ടാണല്ലോ ഇവരിതിവിടെ ഇടുന്നത്. അപ്പം ഇതെല്ലാം മാറ്റിയതാണ്, നമ്മൾ ബോട്ടിലേക്ക് കയറുവാണ്. ഇത് വൈകുന്നേരം ഒരു 5 മണിയാണ് കേട്ടോ സമയം. നമ്മൾ സൺസെറ്റ് കാണാനാണ് പോകുന്നത്. അപ്പോൾ അതാ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പോവുകയാണ്. ഇത് ടോണിയുടെ വൈഫാണ് കേട്ടോ, അഭിന. ഇത് മെൽവിൻ മോനാണ്. ഇതാണ് നമ്മുടെ മരിയ കുട്ടി. ലൈഫ് ജാക്കറ്റൊക്കെ ഇതിനുള്ളിലുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു അവറേജ് സ്പീഡിൽ കൂടുതൽ പോവില്ലാത്ത കാരണം നമ്മളത് ഇട്ടില്ല എന്നേ ഉള്ളേ. എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ. കാരണം ആ ഒരു സമയത്ത് സൺസെറ്റിൻ്റെ സമയം ആവാറായി. പിന്നെ വേറെ ബോട്ടുകളൊന്നും അപ്പുറം ഇപ്പുറം ഒന്നും ഇല്ല. നമ്മൾ മാത്രം ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു രസമായിരുന്നു. ആ കാണുന്നത് ഫോറമാളാണേ. അതിനിടയിൽ 2 പേര് ഇതാ കയാക്കിങ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ആ സൺസെറ്റ് അങ്ങോട്ട് അടുക്കാറാകുമ്പോൾ നല്ലൊരു ഭംഗിയായിരുന്നു കാണാനായിട്ട്. അതാ ഇതിൻ്റെ മുഖത്ത് ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുമായിരുന്നു. ഇടയ്ക്ക് ഇതാ ഫിഷിങ്ങും ട്രൈ ചെയ്തു, പക്ഷെ മീനൊന്നും കിട്ടിയില്ലായിരുന്നു. എന്നാലും രസമല്ലേ. ടോണിയാണ് കേട്ടോ ബോട്ട് ഡ്രൈവ് ചെയ്യുന്നത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ഹൗസ് ബോട്ടിലും അല്ലാതെ സ്പീഡ് ബോട്ടിൽ വേറെയൊക്കെ കയറുമ്പോൾ നമ്മുടെ ചുറ്റിനും ഒരുപാട് ബോട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം ഇത് ഈ ഒരു കായലിൽ ഞങ്ങൾ മാത്രം. എന്തായാലും നല്ല രസമായിരുന്നു. അങ്ങനെ ഇതാ സൺസെറ്റ് അടുക്കാറായി കേട്ടോ. ഏകദേശം സൂര്യൻ ഇങ്ങനെ താഴാറായി. സൂര്യൻ അങ്ങോട്ട് താഴ്ന്നതിന് തൊട്ട് മുന്നേ തന്നെ നമ്മുടെ മൂൺ അവിടെ പ്രസന്റ് ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും ദാവീദിനൊക്കെ ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഞങ്ങൾക്കും ഒരുപാട് ഇഷ്ടമായി. കാരണം ഞാൻ ഇതിനു മുന്നേ 2 പ്രാവശ്യം സ്പീഡ് ബോട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പം അതെല്ലാം എനിക്ക് പേടിപ്പിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതാകുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് സ്പീഡ് കൂട്ടിയും കുറച്ചൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് പോകാൻ പറ്റി. അങ്ങനെ സൺസെറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ചങ്ങോട്ട് പോകുവാണ്. അപ്പോഴേക്ക് ലൈറ്റൊക്കെ ഓണാക്കി നല്ലൊരു രസമായിരുന്നു കേട്ടോ. ആ ഒരു നൈറ്റ് വൈബിലേക്ക് പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും വൈകുന്നേരത്തെ ഒരു സമയം തന്നെ കേട്ടോ ബോട്ടിങ്ങിന് പറ്റിയ സമയം. പകലും രസമാണ്, എന്നാലും ആ വെയിലത്തേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. ഇത് ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് ആ സൺസെറ്റിൻ്റെ സമയമാകുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ, പിന്നെ ഇത്തിരി രാത്രിയായി തുടങ്ങുമ്പോൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ. അങ്ങനെ എന്തുകൊണ്ട് നല്ല രസമായിരുന്നു ഞങ്ങളുടെ ഈ ഒരു ബോട്ടിങ്. അങ്ങനെ ബോട്ടിങ് കഴിഞ്ഞ് നമ്മളത് തിരിച്ചെത്തി കേട്ടോ. നമ്മൾ ആ കയറിയ സ്ഥലത്ത് തന്നെ. അപ്പോൾ ബോട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഈ ഊഞ്ഞാല് ദാവീദ് വന്നപ്പോൾ തന്നെ നോട്ടിയിട്ട് വെച്ചിരിക്കുമായിരുന്നു. കാരണം നമ്മൾ ആ പോയ സമയത്ത് ആടാനുള്ളൊരു ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ അപ്പോൾ തന്നെ ഇറങ്ങി ഊഞ്ഞാലിലിരുന്ന് കുറച്ച് നേരം ഇരുന്ന് ആടുവാണ്. അങ്ങനെ ഇതാ ബോട്ട് വീണ്ടും റെയിൻ ഗാർഡൊക്കെ വെച്ച് കവർ ചെയ്തു. എന്തായാലും ബോട്ടിങ്ങൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ ഇന്ന്. അവിടെ നിന്ന് ഞങ്ങൾ ടോണിൻ്റെ വീട്ടിലോട്ട് തന്നെയായിട്ട് പോയത്. അവിടെ പോയി ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ മടങ്ങിയത്. പക്ഷേ ആ ഡിന്നർ കഴിക്കുന്നതിൻ്റെ വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ എടുക്കാൻ പറഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോഴും ഓർക്കണം, അയ്യോ വീഡിയോസ് ഒന്നും എടുത്തില്ലല്ലോ എന്ന്. എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് നമ്മുടെ അഭിന റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പതിയെ ഇറങ്ങുവാണേ.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.